ഒരു പരിഹാരം കിട്ടേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായി വീണ ജോർജിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ നേരത്തെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി ജെ.പി. നഡ്ഡയുടെ അപ്പോയിന്റ്മെന്റ് തേടുമായിരുന്നു. അതുണ്ടായില്ല. പിന്നെ ഈ ആത്മാർത്ഥതയെക്കുറിച്ചൊക്കെ പറയുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രി 39 ദിവസമായി വെയിലും മഴയും കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകളെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് എന്ത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. അത് നല്ല അടികൊള്ളാത്തതിന്റെ ഒന്ന്, ആശ എന്ന പദ്ധതി തന്നെ തട്ടിപ്പാണെന്നാണ് എൻ്റെ ഒന്നാമത്തെ വാദം. അതിനെതിരായി ഈ തട്ടിപ്പ് വ്യവസ്ഥകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി ആശാപ്രവർത്തകർ നാളെ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിൽ സമരത്തിലാണ്. ആശ മാത്രമല്ല, അംഗനവാടി ഉൾപ്പെടെ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നാമമാത്രമായ സ്ത്രീകളെ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഞങ്ങൾ കൃത്യമായിട്ട് ആരോപിക്കുന്നു, കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പൊളിക്കുകയാണ്. ഈ പദ്ധതി മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി അടക്കം, ആശാ പദ്ധതി മാത്രമല്ല, അംഗനവാടി അടക്കം കേന്ദ്ര സർക്കാരിന്റെ സ്കീം വർക്കേഴ്സിനെ അവർ പൊളിക്കുകയാണ്. അതിന് പണം അനുവദിക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് കൈമാറാനുള്ള കുതന്ത്രമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കള്ളത്തരമാണെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പദ്ധതി? ഇപ്പോഴല്ലോ കള്ളത്തരമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക. പിന്നെ എന്തിനാണ് ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ ഇത്രയും കാലം മുന്നോട്ട് പോയത്? ഈ സ്ത്രീകളെ കൊണ്ട് ഈ ജോലിയെല്ലാം ചെയ്യിപ്പിച്ചത് നിങ്ങൾ വീട്ടിൽ പോയത് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ദുഷ്ടനാണെന്നാണല്ലോ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങളെല്ലാം പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ആശാപ്രവർത്തകരെ 36 ദിവസമായിട്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ആ മുഖ്യമന്ത്രി ചെയ്ത പണി എന്താണെന്നറിയാമോ? 900 കിടത്തുനിന്ന് കയറ്റി കൊണ്ടുവന്ന് ഇപ്പോൾ ഇൻസെന്റീവ് അടക്കം സംസ്ഥാന സർക്കാർ ഏതാണ്ട് 10,000 രൂപ മുടക്കുന്നുണ്ട്. 13,200 രൂപ ഒരു ആശാപ്രവർത്തകർ കിട്ടുന്നുണ്ടെങ്കിൽ 10,000 പിണറായി വിജയന്റേതാണ്. നീ അങ്ങനെ പറയൂ, നീ മേനോന്റെ രക്ത കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. സംസ്ഥാനത്തെ ഖജനാവിന്റേതാണ്, ജനങ്ങളുടെ നികുതി പണമാണ്. പിണറായി വിജയൻ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നൊന്നുമല്ല ശ്രീ അനിൽകുമാർ. അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന INTUC-യുടെ ഒരു തൊഴിലാളി ഈ ആശാപ്രവർത്തകർ ഈ സമരത്തിലുണ്ടോ? മുസ്ലിം ലീഗിന്റെ ആശാപ്രവർത്തകർ ഈ സമരത്തിലുണ്ടോ? ഇത് SUCI എന്ന് പറയുന്ന ഒരു സംഘടന BJP ദത്തെടുത്തതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ പണം കൊടുത്ത് സംസ്ഥാനങ്ങളെ തകർക്കാൻ കൊടുവാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ കളിയാണ്. ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ പോലെ നേരെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, പിണറായി, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ പിണറായി വിജയനാണ് പണം കൊടുക്കുന്നതെന്ന്. ഒരു പിണറായി വിജയൻ മിസ്റ്റർ, നിങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം അത് നിങ്ങൾ പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാതെ, നിങ്ങളുടെ CPM-ന്റെ പാർട്ടി പ്രവർത്തനത്തിൽ കൊണ്ടുപോകാതെ ആശാവർക്കർമാർക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ ഒന്ന് പോയി തരത്തി പോയി കളിക്കടാ. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.